നമ്മുടെ ലൈവിലും വീഡിയോസിലും ഒക്കെ ഇന്ന് എന്തായിരുന്നു കറി എന്ന് ചോദിക്കുമ്പോൾ മുരിങ്ങ താളിച്ചാന്ന് പറയുമ്പോൾ പലർക്കും അതെന്താണെന്ന് അറിയില്ല. ഇന്നിപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. മുരിങ്ങ കൊമ്പൊടിച്ചപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. ഒരു കൊമ്പ് ഒന്നാകെ അങ്ങ് ഒടിഞ്ഞു വന്നു. പക്ഷേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പൂ കായ്ക്കാത്തതായത് കാരണം നമ്മളത് അത്ര കണക്കാക്കാറില്ല. പൂവ് ഒരു തോരൻ വെക്കുന്ന ഒരു വീഡിയോ ഞാനിടാം. ഇതിനാവശ്യമായ താളിപ്പിന് ആവശ്യമായ സാധനങ്ങൾ ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, കഞ്ഞിവെള്ളം, ഇത്ര സാധനം മാത്രം മതി. നല്ല ടേസ്റ്റ് ആയത് നമുക്ക് ഏറ്റവും ആരോഗ്യപ്രദമായ ഒരു താളിപ്പാണ് മുരിങ്ങയില താളിച്ചത്. അപ്പം നമ്മൾ മുരിങ്ങയില നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ. അതിലെന്തെങ്കിലും പൊടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതൽ ഒഴിച്ച് കൈകൊണ്ട് ഇങ്ങനെ അമർത്തി ഇതാക്കിയാൽ അത് കഴുകി കിട്ടും. എണ്ണ ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉള്ളിയും മുളകും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ആ മൂക്കുന്ന കൂടെ ഇതും മുളകും മൂക്കും. പിന്നെ ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്നത് ആ കഞ്ഞിവെള്ളം ഒഴിച്ചു. ഞാനിത് ആദ്യം തന്നെ ആ കപ്പിൽ ഒഴിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കഞ്ഞിവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ തെളി കഞ്ഞിവെള്ളം വേണം. ഒത്തിരി ഇതാകുമ്പോൾ അത് കുറുകിപ്പോവും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ആ മുരിങ്ങയില ഇടുവാണ്. മുരിങ്ങയില ഇട്ടിട്ട് അതിൻ്റെ എണ്ണയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ചെറിയ ഇതിൽ തിളപ്പിച്ച് ഇതാക്കി അതിനെ പാകത്തിന് പരുവപ്പെടുത്തി എടുക്കുവാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് കൂടുതൽ ഇത് അടുപ്പത്ത് കിടന്ന് 20 മിനിറ്റിൻ്റെ ആവശ്യമില്ല. കഞ്ഞിവെള്ളമല്ലേ, അപ്പോൾ നല്ലോണം അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്നോളും. കാക്ക കുറേ നേരമായി വന്ന് നോക്കുന്നു കേട്ടോ. നമ്മുടെ അടുക്കളയിൽ കയറാനും തുറന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ ഓടി വരും. അപ്പോൾ ഈ മുരിങ്ങയില എല്ലാം നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഈ താളിപ്പുണ്ടാക്കുമ്പോൾ കുറച്ച് ഏറെ മുരിങ്ങയില ഞാൻ എടുക്കും. അതെന്നാന്ന് വെച്ചാൽ അത് വെറുതെ കോരി തിന്നാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ തോരൻ വെക്കുമ്പോൾ ഉള്ള ആ കയ്പോ കാര്യങ്ങളൊന്നും ഈ താളിപ്പ് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവില്ല. പിന്നെ ആ കഞ്ഞിവെള്ളം ഏകദേശം ഒരു സൂപ്പിൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് കഴിച്ച് തന്നെ പറയണം. നമ്മൾ ഒരു ഭക്ഷണത്തിന് പറയാൻ അത് ഒരു പരിധിയില്ലേ, കഴിക്കുന്നതും പറയുന്നതും തമ്മിൽ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീഡിയം അല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചൊരു 15-20 മിനിറ്റ് അതിൽ കിടന്നത് നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ താളിപ്പിൽ ഇല കഴിക്കുന്നതിലും ടേസ്റ്റാണ് അതിൻ്റെ വെള്ളം കുടിക്കുന്നത്. ഇന്നത്തെ ഉച്ചയൂണ് ചോറിനെ കഴിഞ്ഞും കൂടുതൽ താളിപ്പും പിന്നെ ചെറിയൊരു പയറുതോരനും ഉണക്കമീൻ വറുത്തതും അതായിരുന്നു. അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടോ ഞങ്ങളെല്ലാവരും. എല്ലാവരും ചാനൽ സബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.